അപ്പോൾ നമ്മളിന്ന് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എനർജി ഷെയറിങ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ജനിച്ച മുതൽ മരണം വരെ അയാൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എനർജി അബ്സോർബ് ചെയ്യാണ്. ആ എനർജി ഉപയോഗിച്ചിട്ട് അയാൾ വർക്ക് ചെയ്യുന്നു. ഈ എനർജിയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഈ എനർജി അബ്സോർപ്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട്, വാട്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്, റെസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, സ്ലീപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്, എക്സെട്ര അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്. എനർജി വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മളെ ജോബ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കുട്ടികളെ നോക്കുന്ന കാര്യങ്ങൾ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ലുക്കിംഗ് ആഫ്റ്റർ. പിന്നെ അതുപോലെ തന്നെ കുറേ എലിമിനേഷൻ പ്രോസസ്സും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ അക്യുപഞ്ചർ ടൈമിൽ ഇത് അസിമിലേഷനാണ്, ഇത് എലിമിനേഷൻ. ഈ സെയിം സിറ്റുവേഷൻ നമുക്ക് ഒന്നുകൂടി ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെഷീനിൻ്റെ അനാലജി എടുത്ത് നോക്കുകയാണ്. ഇതൊരു മെഷീനാണ് കേട്ടോ. ഇതിന് ഷാഫ്റ്റ് ഉണ്ട്, ഇതിൽ ഫ്യൂൽ ഒഴിക്കാനൊരു ഗ്യാപ്പ്, ഒരു വാൾവ് ഉണ്ട്, ഇവിടെ പുക പോകാനൊരു സംഭവമുണ്ട്. അപ്പോൾ കെമിക്കൽ എനർജി നമ്മൾ ഇവിടെ നിന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ബേണിങ് നടന്നിട്ട് ആ കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വർക്ക് കിട്ടും. ഇതിൻ്റെ ഒരു വേസ്റ്റ് ആയിട്ട് എലിമിനേഷൻ പ്രോസസ്സുകൾ നടക്കും. പുകയാണ് നമ്മളെ ഇവിടുത്തെ വേസ്റ്റ്. ഈ പുക പുറത്തു പോകുന്ന പ്രോസസ്സാണ് എലിമിനേഷൻ പ്രോസസ്സ്. അപ്പോൾ മെഷീൻ്റെ കേസിലാകുമ്പോൾ സെയിം സിറ്റുവേഷൻ ഉണ്ട്, അസിമുലേഷൻ ഉണ്ട്, എലിമിനേഷൻ ഉണ്ട്, ഇവിടെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് സിസ്റ്റം കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ ഉള്ള എനർജി ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഇപ്പോൾ റൈറ്റ് നൗ ഒരാളുടെ എനർജി എന്ന് പറയുന്നത് 100 നമ്മൾ അസ്യൂം ചെയ്യണം. 100 ഒരാളുടെ എനർജി കേട്ടോ. അപ്പോൾ ആ 100 നിന്ന് ഡിഫോൾട്ട് കേസിൽ, അതായത് നമുക്കൊരു അസുഖമില്ല, നമുക്കൊരു ഇൽനെസ് ഇല്ല, നമുക്കൊരു വിശപ്പില്ലാത്ത കണ്ടീഷനാണ് ഇപ്പോൾ, ഹങ്ങറും ഇല്ല. അപ്പോൾ ഈ 100% ഒരു 95% എന്തിനുപയോഗിക്കും? ഫങ്ഷണൽ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഫങ്ഷൻ എനർജി നമ്മൾ വർക്ക് ചെയ്യാനും കളിക്കാനും ചാടാനും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഈ മെയിൻ്റനൻസ് സ്റ്റിൽ അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ അതിന് വളരെ തുച്ഛമായിട്ടുള്ള എനർജി അവിടെ ആവശ്യമുള്ളൂ. ഈ കേസിൽ ഡൈജസ്റ്റീവ് എനർജി ആവശ്യമില്ല. വളരെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എനർജി ഡൈജസ്റ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഇതാണ് നോർമൽ കണ്ടീഷനിൽ നമ്മുടെ എനർജി ഷെയറിങ്. നമുക്ക് എത്ര എനർജി ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ 100 അസ്യൂം ചെയ്തിട്ട് 100 ആലോചിച്ചിട്ട് അതിനെ ആ ടൈമിൽ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അവിടെ വരച്ച ചിത്രത്തിൽ പറയുന്നത്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. നമുക്ക് വിശന്നു, ഇപ്പോഴുള്ള എനർജി കുറഞ്ഞു, നമ്മൾ കുറേ വർക്ക് ചെയ്തല്ലോ, നമ്മൾ കുറേ വർക്ക് ചെയ്തു, ഇവിടെ ഫങ്ഷൻ എനർജി കുറേ ഉപയോഗിച്ചു. അപ്പോൾ നമ്മളെ ടോട്ടൽ എനർജി നമ്മൾ കുറഞ്ഞു വന്നു. ഇവിടെ എത്ര എനർജി ഉണ്ടായിരുന്നോ അതിൽ നിന്ന് കുറഞ്ഞൊരു മിനിമം എമൗണ്ടിലേക്ക് എത്തി. എന്നാലും നമുക്ക് ഇപ്പോഴുള്ള എനർജിനെ നമ്മൾ 100 കാണുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിനെ നമുക്ക് 2 തിരിക്കാം. ഫങ്ഷൻ എനർജി ഇവിടെ, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എനർജി എന്നുള്ളൊരു കോമ്പണൻറ്റ് കൂടി ഇവിടെ ഇൻക്രീസ് ചെയ്തു. പിന്നെ ഈ മെയിൻ്റനൻസ് എനർജി എപ്പോഴും വളരെ കുറവാണ് ഉപയോഗിക്കുക. കാരണം നമുക്ക് അസുഖങ്ങളൊന്നുമില്ല. മെയിൻ്റനൻസ് എനർജി എപ്പോഴും ഒരു മിനിമം എമൗണ്ടാണ് ഉപയോഗിക്കുക. ഫങ്ഷൻ എനർജിയും ഡൈജസ്റ്റീവ് എനർജിയും ഈക്വലായിട്ട് ഉപയോഗിക്കും. ഇവിടെയുള്ള ഇത് ഡൈജസ്റ്റീവാണ്, ഇത് മെയിൻ്റനൻസ് എനർജിയാണ് ഇത്. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് എനർജി ഇൻക്രീസ് ചെയ്തിട്ട് ഈ പോയിൻ്റ് ഇതിങ്ങനെ വന്നിട്ട് ഏകദേശം പകുതിയോളം ഉപയോഗിച്ചു. ഏത് ടൈമിൽ? ഫുഡ് കഴിക്കുന്ന ടൈമിൽ. അത് ഡൈജസ്റ്റ് ചെയ്യണമല്ലോ, നല്ലൊരു എമൗണ്ട് എനർജി അവിടെ ഉപയോഗിക്കും. ഇനി മൂന്നാമത്തെ ഒരു കേസ്, ഈ ആളുണ്ടല്ലോ, ഈ ആൾ തന്നെയാണിത്. ഇയാൾ അസുഖം വന്നു, മെയിൻ്റനൻസ് നടക്കുന്ന സിറ്റുവേഷൻ വന്നു കേട്ടോ. ഇയാൾ ഏകദേശം അയാൾക്ക് ആകെ അസുഖം വന്ന് കുഴങ്ങി ആകെ ക്ഷീണിച്ചു.
അപ്പോൾ ആ കേസിൽ അയാൾക്ക് അപ്പം എത്ര എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ ഷെയറിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന എനർജി ടോട്ടൽ 100 കണക്കെടുക്കുക, 100 എടുക്കുക. 100 എടുത്ത് അതിൻ്റെ എനർജി ഷെയറിങ് വരുമ്പോൾ നമ്മുടെ ഇത് ഫങ്ഷണലായിരുന്നല്ലോ, ഫങ്ഷണൽ നേരെ റെഡ്യൂസ് ചെയ്തിട്ട് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം ഫങ്ഷണൽ ഉപയോഗിക്കും. ഇതാണ് ഫങ്ഷണൽ. ഓട്ടോമാറ്റിക്കലി ഫങ്ഷണൽ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ കാലിന് എണീറ്റ് നിൽക്കാനുള്ള എനർജി ചിലപ്പം കിട്ടില്ല. നമ്മളെ കൈ കൊണ്ടൊന്ന് പൊക്കിയിട്ട് ഒന്ന് ടാറ്റ പറയാനൊന്നും നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. നമ്മുടെ തല ഒന്ന് ഉയർത്തി നോക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. നമ്മുടെ കണ്ണൊന്ന് തുറക്കാൻ ചിലപ്പം കഴിഞ്ഞോളണമെന്നില്ല. നമുക്ക് ചെവി കൊണ്ട് കേൾക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മൾ അൺകോൺഷ്യസ് ആവുന്ന സിറ്റുവേഷൻസും വരും. അത് ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പവറിനനുസരിച്ചിട്ടാണ് ഈ ഫങ്ഷൻ എനർജീൻ്റെ തോതുണ്ടാവുക. ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കേസുണ്ട്. തീരെ വയ്യാത്ത ഈ മെയിൻ്റനൻസ്, അത്രയും മെയിൻ്റനൻസ് വേണ്ട സിറ്റുവേഷനിൽ ഇത് വളരെ കുറച്ചെന്നുള്ളത് വളരെ മൈന്യൂട്ടായി പോകും. മൈന്യൂട്ടായിട്ടൊരു എറൗണ്ട് ആൾമോസ്റ്റ് ഈക്വൽ ടു 0 എന്നുള്ള പോലെ ആവും. ഇങ്ങനത്തെ സിറ്റുവേഷൻസാണ് നമ്മുടെ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. ആക്സിഡൻറ്റ് ഇങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും സിറ്റുവേഷനിൽ പ്രഷറോ ഷുഗറൊക്കെ കൂടി നമ്മൾ അൺകോൺഷ്യസ് ആവില്ലേ, അൺകോൺഷ്യസ് ആവുന്ന സിറ്റുവേഷനും ഈ സിറ്റുവേഷനാണ്. അപ്പോൾ ഈ കേസിൽ ബാക്കിയെല്ലാം എന്താണ്, ഇതെല്ലാം ഉപയോഗിക്കുന്നത് മെയിൻ്റനൻസ് എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഇതെപ്പോഴും അപ്പം നമുക്ക് എത്ര എനർജി ഉണ്ടായിരുന്നോ അതിൻ്റെ ഷെയറിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അല്ലാതെ റിലേറ്റീവ് ടു അതർ പീപ്പിൾ അല്ല നമ്മൾ നോക്കുന്നത്.